സഞ്ജു സാംസൺ ആളിക്കത്തിയ മത്സരമായിരുന്നു ഇന്നത്തേത്. 71 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. അതും വെറും 33 ബോളിൽ നിന്ന്. 7 4ഉം 4 6ഉം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. ഇന്ന് രാജസ്ഥാൻ കളി ജയിച്ചെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, അത് സഞ്ജുവാണ്. അതുപോലെ ധ്രുവ് ജുറലും ഇന്ന് മികച്ചൊരു സപ്പോർട്ട് സഞ്ജുവിന് കൊടുത്തു. ഇത് സഞ്ജുവിന്റെ വൺ മാൻ ഷോ തന്നെയായിരുന്നു. BCCIക്കെതിരെയുള്ള സഞ്ജുവിന്റെ മറുപടിയായിരുന്നു ഇന്നത്തെ ഇന്നിങ്സ്. ഇന്ന് ലക്നൗ കളി തോറ്റപ്പോൾ രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ലക്നൗ നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കളി തോൽക്കാൻ കാരണം അത് സഞ്ജുവാണ്. അവനെ ഞങ്ങൾ ആദ്യമേ തന്നെ പൂട്ടേണ്ടതായിരുന്നു. പക്ഷേ ധ്രുവ് ജുറലും സഞ്ജുവും ചേർന്ന് മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി. അതാണ് ഞങ്ങൾക്ക് പണിയായത്. അവരുടെ വിക്കറ്റുകൾ നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ കളി ജയിച്ചേനെ. മികച്ചൊരു ടാർഗറ്റ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. അത് ഞങ്ങളുടെ ഭാഗത്തെ തെറ്റ് തന്നെയാണ്. സഞ്ജുവിനെ പോലെ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ കുറച്ചും കൂടി പ്ലാനോടുകൂടെ ഞങ്ങൾ വരണമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അടിപതറി. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ന് വന്നിട്ടുണ്ട്. മികച്ച ബാറ്റിംഗ് ആണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. പക്ഷെ ഞങ്ങൾക്ക് പിഴച്ചത് ബൗളിങ്ങിലാണ്. രാജസ്ഥാൻ ടീം ഇങ്ങനെ കളിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. പ്രത്യേകിച്ച് സഞ്ജു. അവന്റെ വിക്കറ്റ് നേടാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അതിന് സാധിച്ചില്ല. കളി തോറ്റതിൽ വിഷമമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രാഹുൽ വ്യക്തമാക്കി. ലക്നൗ ടീമിന്റെ നടുവൊടിച്ചത് സഞ്ജു തന്നെയാണ്. അതിൽ ആർക്കും തന്നെ സംശയമുണ്ടായിരിക്കില്ല. 71 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. സഞ്ജു തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി സഞ്ജുവിനെ വേൾഡ് കപ്പ് ടീമിൽ എടുത്തില്ലെങ്കിൽ അതിന്റെ നഷ്ടം BCCIക്ക് മാത്രമായിരിക്കും. അതുപോലത്തെ ഇന്നിങ്സ് ആണ് സഞ്ജു കാഴ്ചവെച്ചത്. ലക്നൗ ടീമിന്റെ 196 റൺസ് ഓരോ ബാക്കി നിൽക്കുകയാണ് രാജസ്ഥാൻ ജയിച്ചിരിക്കുന്നത്. 7 വിക്കറ്റിന്റെ ചരിത്ര വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. സഞ്ജു തകർത്തടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.